നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ഈ ഒരു പ്രോൺസ് നിർവാണ് എന്നെ പോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കപ്പോളം മല്ലിയില, 1 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ചെണ്ണ, ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് അരക്കാൻ ഇത് മതി കേട്ടോ. വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി 1 കിലോ പ്രോൺസിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് 1 മണിക്കൂറോ അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു പ്രോൺസില്ലേ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ലപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പം ഇതിൻ്റെ മുകളിലായിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കിഡിലനായിട്ടുള്ള പ്രോൺസ് നിർവാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ കിഡിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ. എന്തായാലും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്